പരിപാടിയിലെ വേദിയിൽ പരസ്പരം മിണ്ടാതെ ഗവർണറും മുഖ്യമന്ത്രിയും. സെൻട്രൽ സ്റ്റേഡിയത്തിലെ വേദിയിൽ തൊട്ടടുത്തിരുന്നിട്ടും ചടങ്ങിനിടെ ഇരുവരും മുഖം കൊടുത്തില്ല. 2 വട്ടം കൈകൂപ്പി ഗവർണർ അഭിവാദ്യം ചെയ്തെങ്കിലും മുഖ്യമന്ത്രി ഗൗനിച്ചതേയില്ല. കേന്ദ്ര സർക്കാരിനെ പ്രകീർത്തിച്ചും സംസ്ഥാന സർക്കാരിനെ പരോക്ഷമായി വിമർശിച്ചുമായിരുന്നു ഗവർണറുടെ റിപ്പബ്ലിക് ദിന സന്ദേശ പ്രസംഗം. ഇതോടെ ഗവർണർക്കെതിരെ വീണ്ടും വിമർശനം ഘടിപ്പിക്കുകയാണ് CPIM. ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് നേരത്തെ പരസ്യമായതാണ്. പക്ഷേ രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ വരെ ആ തർക്കം പ്രതിഫലിക്കുന്നെങ്കിൽ എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഇന്ന് കണ്ട കാഴ്ച ഒരു ജനാധിപത്യ വിശ്വാസിക്ക് അംഗീകരിക്കാവുന്നതല്ല. 8:59 ഗവർണർ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ വേദിയിലേക്ക്. മുഖ്യമന്ത്രി എഴുന്നേറ്റു. മുഖ്യമന്ത്രിയുടെ വശത്തേക്ക് നോക്കുക പോലും ചെയ്യാതെ ഗവർണർ പതാകയ്ക്കരികിൽ. പതാക ഉയർത്തി സല്യൂട്ടും സ്വീകരിച്ച് നടത്തിയ പ്രസംഗത്തിലും രാഷ്ട്രീയ വിമർശനങ്ങൾ. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ബാഹ്യ ഇടപെടലുകൾ അക്കാദമിക മേഖലയെ മലിനമാക്കുന്നെന്ന് ഗവർണർ. വിയോജിപ്പുകൾ അക്രമത്തിലേക്ക് പോകുന്നത് ജനാധിപത്യത്തെ വഞ്ചിക്കലെന്നും വിമർശനം. കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയെയും പ്രസംഗത്തിൽ വാനോളം പ്രശംസിക്കുകയും ചെയ്തു. Our Honorable Prime Minister Shri Narendra Modi ji envisions that we would utilize the spirit of Amrit Kal to take pride, develop better understanding and take pride. ചടങ്ങ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ഗവർണർ മുഖ്യമന്ത്രിക്ക് നേരെ കൈകൂപ്പിയെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിയുമായി സംസാരിച്ചു നിന്ന മുഖ്യമന്ത്രി ശ്രദ്ധിച്ചതേയില്ല. ഇക്കാര്യം സദസ്സിലുണ്ടായിരുന്ന ബിനോയ് വിശ്വത്തോട് ഗവർണർ സൂചിപ്പിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം. എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് മുഖ്യമന്ത്രിക്ക് മുന്നിലൂടെ മടങ്ങുമ്പോഴും കൈകൂപ്പിയിരുന്നെങ്കിലും ഇത്തവണ ഗവർണർ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയില്ല. ഗവർണർക്കെതിരെ ഇന്നലെ വിമർശനം മയപ്പെടുത്തിയ CPIM ഇന്ന് രൂക്ഷമായ ഭാഷയിൽ രംഗത്തെത്തി. ഗവർണറുടെ അഹങ്കാരത്തിന് മുൻപിൽ കേരളം തലകുനിക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഗവർണർ നിലവിട്ട് പെരുമാറിയാൽ എന്ത് ചെയ്യാനെന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ചോദ്യം. ഗവർണർ പദവിയുടെ അന്തസ്സിന് യോജിക്കാത്ത രീതിയായിരുന്നു അത് എന്നും കേരളത്തിലെ മാത്രമല്ല ഈ കാര്യം മനസ്സിലാക്കുന്ന എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. അപ്പോൾ നിലവിട്ട പെരുമാറ്റമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. ഇതോടെ സർക്കാർ ഗവർണർ പോര് ഉടനെങ്ങും അവസാനിക്കില്ലെന്ന സൂചനയാണ് ലഭിക്കുന്നത്. തർക്കമൊക്കെ ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. അതിനിടയിൽ ഗവർണർക്ക് വേണ്ടതെല്ലാം സർക്കാർ ചെയ്തു നൽകുന്നുണ്ട്. സർക്കാരിന് വേണ്ടതെല്ലാം ഗവർണറും. എങ്കിലും ഈ കാഴ്ചകൾ കേരളം കാണുന്നതല്ലേ? സലിം മാലിക്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഗവർണർ മുഖ്യമന്ത്രി പോര് ഓരോ ദിവസം കഴിയുന്തോറും രൂക്ഷമാവുകയാണ്. റിപ്പബ്ലിക് ദിന പരേഡ് വേദിയിലെ പോരിന് പിന്നാലെ ഗവർണറുടെ റിപ്പബ്ലിക് ദിന സൽക്കാരവും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്ന് ബഹിഷ്കരിച്ചു. പരസ്പരം മിണ്ടാതെ ഗവർണറും മുഖ്യമന്ത്രിയും എത്ര നാൾ ഇങ്ങനെ തുടരും എന്നാണ് 24 ഇന്ന് പൊതുജനങ്ങളോടായി ചോദിച്ചത്. കാണാം അതിന്റെ പ്രതികരണങ്ങൾ, ഉത്തരങ്ങൾ. ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഈ ചക്കളത്തിപ്പോര് കേരളത്തിൻ്റെ ഭരണത്തെ അടക്കം വല്ലാത്തൊരു രൂപത്തിൽ ബാധിച്ചിട്ടുണ്ട്. അത് ശരിയായൊരു നടപടിയല്ല രണ്ടു കൂട്ടരും ചെയ്യുന്നത്. മുഖ്യമന്ത്രിയും ഗവർണറുമായിട്ട് കുറേ കാലമായിട്ട് നിൽക്കുന്ന ഈ പോര് അത് തീർന്നാൽ തന്നെ നമ്മളെ സംസ്ഥാനത്ത് സുഖമായ ഒരു ഭരണങ്ങളും കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കാനും ഇതിനൊക്കെ പറ്റുള്ളൂ. കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യം എന്താ വെച്ചാൽ നല്ല രീതിയിലുള്ള ഭരണം കാഴ്ചവെച്ച് മുന്നോട്ട് പോയെങ്കിൽ അതിന് ഗവർണറും മുഖ്യമന്ത്രി ബാക്കിയുള്ള മന്ത്രിമാരും എല്ലാവരും സഹകരിച്ച് പോയെങ്കിൽ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നമ്മളെ ജനങ്ങൾക്ക് ഒരു ഉപകാരപ്രദമാകുകയുള്ളൂ. നയപ്രഖ്യാപന പ്രസംഗം പോലും പകുതിക്ക് വെച്ച് നിർത്തിപ്പോയതെന്ന് പറഞ്ഞത് അത് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഭരണഘടനാപരമായിട്ടുള്ള ആ ഒരു ഉത്തരവാദിത്വം നിറവേറ്റുന്ന കാര്യത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്നാണ് എൻ്റെ അഭിപ്രായം. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പല വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അത് തിരുത്താൻ ഗവൺമെൻറ് തയ്യാറല്ല. അതിൻ്റെ ഒരു പരിഭവം ഇവിടുത്തെ ഗവർണർക്കുണ്ട്. ഈ നമ്മുടെ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു പടലപ്പിണക്കം എന്ന് തീരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവർ രണ്ടിനും കൂടെ എന്നും ഐക്യത്തോടു കൂടി പോകുന്നതാണ് നമുക്ക് സന്തോഷം. ഇപ്പം കേരളം പോകുന്നതും എല്ലാം പുറകോട്ടാണ്. ഗവർണർ ചെയ്യണത് ശരിയാണ്. ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നതിൻ്റെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തലവനും ഭരണത്തിൻ്റെ തലവനും ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ രണ്ടുപേരും ഇങ്ങനെ കടിപിടി കൂടാതെ രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഈഗോ ഇവിടെ ഒരു പ്രശ്നം ഉയർത്തിക്കൊണ്ട് അത് രാഷ്ട്രീയം പ്രധാനമായി കവചമാക്കി ഉയർത്തിക്കൊണ്ടാണ് ഈ പോര് നടത്തുന്നത്. ജനം കൂടുതൽ കാലം സഹിക്കുക സാധ്യമല്ല. ഇതിപ്പോൾ രണ്ടും രാഷ്ട്രീയമായിട്ടാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മസിൽ പിടിച്ച് നിൽക്കുന്നത്. കാരണം ഗവർണർക്കൊരു രാഷ്ട്രീയ നിലപാടുണ്ട്, അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രിക്കും ഉണ്ട്. പക്ഷേ ഇതിലെല്ലാം ജനങ്ങൾക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഗവർണറും മുഖ്യമന്ത്രിയും രണ്ടുപേരും നമ്മുടെ ജനാധിപത്യത്തിലൂടെ വന്ന ആൾക്കാരാണ്. കാരണം രണ്ടുപേരും മേടിക്കുന്ന ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ടാക്സും അല്ലെങ്കിൽ നമ്മളുടെ ഇതും ഇങ്ങനെയുള്ള ഇതാണ് അവർ രണ്ടുപേരുടെയും കിട്ടുന്ന ആ ഒരു
ശമ്പളം. പക്ഷേ ഇവർ തമ്മിൽ ഇങ്ങനെ പോരായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ ഭരണം നടക്കും എന്നുള്ളതിൽ ഒരു ചെറിയൊരു സംശയം ഉണ്ട്. കമന്റ് ബോക്സിലേക്ക് പോയാൽ ഗവർണറും മുഖ്യമന്ത്രിയും സ്വീകരിക്കുന്ന നിലപാട് പരസ്പരം മുഖം കൊടുക്കാതെ നിൽക്കുന്ന സാഹചര്യം, അതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പ്രതികരണങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഭാഗത്താണ് ന്യായം എന്ന് പറയുന്നവരുണ്ട്, ഗവർണർ ചെയ്യുന്നതാണ് ശരി എന്ന അഭിപ്രായം മുന്നോട്ട് വയ്ക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് കമന്റുകൾ അതുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്നുണ്ട്. വിപിൻ വെള്ളിയാട്ടിനെ പോലുള്ള പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായുവെന്ന്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. 24-ൻ്റെ പ്രേക്ഷക സമ്മേളനത്തിലേക്ക് എല്ലാവരും എത്തണം, നമുക്ക് കാണാം, പരിചയം പുതുക്കാം. 24 കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും അവിടെ ഉണ്ടാകും. പ്രേക്ഷകരുമായി സംവദിച്ചു കൊണ്ടുപോകുന്ന, പ്രേക്ഷകരുമായി ഉള്ള വാർത്തായാത്രയുമായി മുന്നോട്ട് പോകുന്ന 24-നെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അത്തരത്തിലൊരാശയത്തിലേക്ക് ഞങ്ങൾ എത്തിയത്. എന്തായാലും നിങ്ങളെല്ലാവരും വരിക, പരിചയം പുതുക്കാനും ചില കലാപരിപാടികളൊക്കെ കാണാനുമൊക്കെയുള്ള അവസരമാണത്. എല്ലാവരും എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളുണ്ട്, അതിലേക്ക് സമയത്തിനനുസരിച്ച് നമുക്ക് വരാം. അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കും.